ഹലോ സുഹൃത്തുക്കളെ, ക്രിയേറ്റിംഗ് സ്റ്റോറീസ് 2 മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ സ്നേഹയും ആനും കസിൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ബീഫ് ബിരിയാണി ഉണ്ടാക്കാൻ തീരുമാനിച്ചു. ദമ്മല്ല, 2 മസാലയും അരിയും സെപ്പറേറ്റ് ഉണ്ടാക്കുന്നതാണ്. ഇന്നത്തെ കുക്കിംഗ് മൊത്തം വിറകടുപ്പിലാണ്. അപ്പോൾ നമ്മളെല്ലാവരും വരുമ്പം പുറത്ത് നമുക്ക് വിറകടുപ്പെല്ലാം സെറ്റ് ചെയ്ത് ഉരുളിയിലാണ് ഞങ്ങൾ ഉണ്ടാക്കാറ്. ഇപ്രാവശ്യം അങ്ങനെ തന്നെയാണ്. ബീഫെല്ലാം രാവിലെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് അതെല്ലാം റെഡിയാണ്. നമുക്കിനി ബീഫ് ഒന്ന് കഴുകി വരെ എടുക്കണം. ഇതിനകത്ത് നമ്മൾ ഇറച്ചി മാത്രമല്ല എല്ലും കൂടി ഇട്ടിട്ടുണ്ട്, എന്നാൽ അതിൻ്റെ ഒരു ടേസ്റ്റായി വരുള്ളൂ. അതുപോലെ തന്നെ അതിൻ്റെ സൈഡിൽ ബാക്കി എല്ലാ സാധനങ്ങളും റെഡിയാക്കിയിട്ടുണ്ട്. ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി അപ്പുറത്തെല്ലാം അമ്മ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി ഇട്ടൊന്ന് മിക്സാക്കി എടുക്കണം. നമ്മളിതിന് കഴുകി വരി വെള്ളം പോകാൻ വേണ്ടി വെച്ചു. ഇനി അതൊന്ന് നല്ലോണം അതിൻ്റെ ചെരുവുകളെല്ലാം ചേർത്തൊന്ന് മിക്സാക്കണം. ആദ്യം കുറച്ച് കല്ലുപ്പ് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇനി കുറച്ച് കറിവേപ്പില, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് മുളക് പൊടി, അതുപോലെ തന്നെ മല്ലിപ്പൊടി, പിന്നെ കുറച്ച് മീറ്റ് മസാല. നമ്മളിവിടെ സൂപ്പർ നോവയുടെ മീറ്റ് മസാലയാണ് എടുത്തേക്കുന്നത്, നല്ല ടേസ്റ്റാണ് അതിന്. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഉള്ളി, കുറച്ചേ ഉള്ളിയുള്ളൂ, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത്, പിന്നെ കുറച്ച് തക്കാളി. ഇതെല്ലാം കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി ഒരു അരമണിക്കൂർ വെക്കും. എന്നിട്ടാണ് നമ്മൾ പിന്നെ കുക്ക് ചെയ്യാൻ തുടങ്ങുന്നത്. ഇനി നമ്മളിതെല്ലാം കൂടി ഒന്ന് കുക്കറിലിട്ട് വേവിക്കണം. ഒരു 20 മിനിറ്റ് ഇരുന്ന് വേവണം. വിസിലിൻ്റെ എണ്ണമല്ല, 20 മിനിറ്റ് ഇരുന്ന് വെന്താൽ ഇതിൻ്റെ ഒരു കറക്റ്റ് വേവായി വരുള്ളൂ. അമ്മ അപ്പുറത്ത് അടുപ്പിൽ തീയെല്ലാം പിടിപ്പിച്ചിട്ടുണ്ട്. ഇനിയിപ്പം കുക്കറിലിട്ടിട്ടൊന്ന് അങ്ങോട്ടേക്ക് കൊണ്ടുവെക്കണം. അപ്പോൾ നമ്മൾ കുക്കറിൽ ഒരു 20 മിനിറ്റ് ഇത് വേവിച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ വിസിൽ പോകുമ്പോഴത്തേക്ക് നല്ല മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ തന്നെ നമ്മൾ ഇത് കുക്കർ അവിടെ നിന്ന് മാറ്റിയിട്ട് പിന്നെ ചട്ടി വെച്ചിട്ട് ഈ മസാലക്കായിട്ടുള്ള ഉള്ളി വറക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി അതിൻ്റെ വിസിലൊന്ന് അഴിച്ചു വിട്ടിട്ട് വേവെല്ലാം കറക്റ്റാണോ എന്നൊന്ന് ചെക്ക് ചെയ്യണം. നമ്മൾ ഈ ബീഫിനുള്ള മസാലയാക്കാൻ പോകണം. ആദ്യം എണ്ണ ഒഴിച്ച് ചട്ടി ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് അതിനകത്തേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടു. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒന്ന് മൂത്തതിൻ്റെ ഒരു നിറം മാറി തുടങ്ങുമ്പോഴത്തേക്ക് നമ്മൾ അതിനകത്തേക്ക് ഉള്ളിയും പച്ചമുളക് ഇട്ടു. ഇനി നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം, അടി പിടിക്കാതെ ഇളക്കി കൊടുക്കണം. അപ്പോൾ ഒരു സാധനം വിട്ടുപോയി. ഇനിയിപ്പം മല്ലിയില നമ്മൾ അരിഞ്ഞു വെച്ചില്ല, ഇനിയിപ്പം പോയി മല്ലിയില അരിഞ്ഞുകൊണ്ട് വരണം. മല്ലിയിലയും തക്കാളിയും കൂടി ഇട്ടിട്ട് വേണം ഇനി ബാക്കി ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമുക്ക് മല്ലിയില അരിഞ്ഞിട്ട് വരാം. ഇനി നമ്മൾ അതിനകത്തേക്ക് മല്ലിയിലയും തക്കാളിയും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് മൂത്ത് വരുന്നിടം വരെ ഒന്ന് ഇളക്കി ഇതാക്കണം. അതിനുശേഷം നമുക്ക് ഇനിയിപ്പോൾ നാരങ്ങാനീര് പിഴിഞ്ഞെടുക്കണം. നാരങ്ങാനീര് ഇപ്പോൾ പിഴിഞ്ഞെടുത്തുകൊണ്ട് വരുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ തൈരും റെഡിയാക്കി വെക്കാനുണ്ട്. നമ്മൾ നാരങ്ങാനീര് ഒഴിച്ചിട്ടുണ്ട്, പുളി ശ്രദ്ധിക്കണം. ഇനി നമ്മൾ തൈരാണ് ഒഴിക്കാൻ പോകുന്നത്. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പുളി ഇല്ലാത്ത തൈര് ഒഴിക്കാൻ ശ്രദ്ധിക്കണം. യോഗട്ടാണ് അതിന് കറക്റ്റായിട്ടുള്ളത്. അല്ലെങ്കിൽ വീട്ടിൽ തൈരായാലും മതി, നല്ല കട്ടി തൈര്, പക്ഷേ പുളി ഇല്ലാത്ത ഒഴിക്കണം. പുളി ഒഴിച്ചു കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ തക്കാളി നാരങ്ങാനീരൊക്കെ ഒഴിച്ചിട്ടുണ്ട്. അന്നപ്പം ഈ തൈരിനും കൂടെ പുളി ആയി കഴിഞ്ഞാൽ കറിക്ക് പുളിയായി പോകും. അപ്പം പുളി ഇല്ലാത്ത തൈര് എടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്കിതിന് ഇതിനുള്ള മസാലയൊക്കെ ചേർക്കണം. ആദ്യം കുറച്ച് ഗരം മസാല ഇടാം. അതിനുശേഷം മീറ്റ് മസാല, നമ്മൾ നേരത്തെ ഉപയോഗിച്ചത് തന്നെ സൂപ്പർ നോവയുടെ മീറ്റ് മസാലയാണ്. മീറ്റ് മസാല ഇട്ടിട്ട് നല്ലോണം ഇളക്കി ഒന്ന് ചൂടായി വരുന്നിടം വരെ വെക്കണം. ഇനി നമുക്ക് വറുത്ത് വെച്ച ഉള്ളിയും കൂടി ഇതിൻ്റെ കൂടെ ചേർക്കണം. നമ്മൾ ഉള്ളിയൊക്കെ നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അത് ചേർത്തതിന് ശേഷം നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. എന്നിട്ട് കുറച്ചും കൂടെ നേരം ഒന്ന് അത് വേവിക്കാൻ വേണ്ടി വെക്കാം. അപ്പം നമ്മുടെ കുക്കർ എല്ലാം തുറന്ന് നോക്കിയിട്ടുണ്ട്, വേവെല്ലാം കറക്റ്റാണ്. അപ്പോൾ അതിനകത്ത് കുറച്ച് ആ മേലുള്ള ആ ഒരു ഗ്രേവി കുറച്ച് ഒഴിച്ച് ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് ഒന്ന് മൂപ്പിക്കാൻ വേണ്ടി വെക്കാം. അതുപോലെ തന്നെ കുറച്ച് ഗ്രേവി നമ്മളെടുത്ത് മാറ്റി വെക്കുന്നുണ്ട്, അത് നെയ്ച്ചോറിനകത്ത് ഒഴിക്കാനാണ്. അത് നെയ്ച്ചോറാകുമ്പോഴത്തേക്ക് അതും ഒരു നല്ല ടേസ്റ്റായി വരും. നമ്മളിതൊന്ന് നല്ലോണം മിക്സ് ആക്കിയിട്ട് ഇതൊന്ന് ചൂടാവാൻ വെക്കാം. അപ്പോഴത്തേക്ക് ഇനിയിപ്പം നമുക്ക് ഫുള്ള് വേവിച്ച് വെച്ച ബീഫിൻ്റെ മൊത്തം ഇതിനകത്തേക്ക് ഇടാം. അതിൻ്റെ ഗ്രേവി അടക്കം ഇട്ട് കഴിഞ്ഞ് പിന്നെ അതൊന്ന് തിളപ്പിക്കാൻ വെച്ച് അന്നൊരു പറ്റുന്നിടം വരെ നമ്മളത് വെക്കണം. ഇപ്പം നമ്മൾ മീറ്റ് മൊത്തം ഇതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. സാധാരണ ബിരിയാണി പീസ് ഇങ്ങനെയല്ല. ബിരിയാണി ഒരുവിധം റെക്റ്റാങ്കിൾ സൈസിൽ ഇച്ചിരി കൂടെ വലിയ പീസായിട്ടാണ് നുറുക്കുന്നത്. ബിരിയാണി വെക്കാൻ നേരത്തെ പ്ലാൻ ഇല്ലായിരുന്നു. അപ്പം നമ്മൾ ഇറച്ചി കണക്കിന് നേരത്തെ നുറുക്കി വെച്ചത്, അതുകൊണ്ടാണ് ഇങ്ങനെ ആയിപ്പോയത്. അടുത്ത പ്രാവശ്യം വെക്കുമ്പോൾ ആ ഒരു ഷേപ്പിലുള്ള കട്ട് ചെയ്ത് മീറ്റ് മാത്രമായിട്ടോട് സെപ്പറേറ്റ് പറഞ്ഞ വീഡിയോ നമ്മൾ ഇടുന്നതാണ്. ഇനി ഇതൊന്ന് തിളച്ച് പറ്റണം. ഇതേ ചൂടിൽ അധികം തീയില്ലാതെ കുറച്ച് വെച്ചിട്ട് നമ്മളിതൊന്ന് പറ്റുന്നിടം വരെ വെക്കും. എന്നിട്ട് ഇനി നമ്മൾ റൈസ് നെയ്ച്ചോറിനുള്ള പരിപാടി തുടങ്ങും. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഉരുളിയിലാണ് നമ്മൾ ഇന്ന് നെയ്ച്ചോറ് വെക്കുന്നത്. ആളധികം ഉള്ളതുകൊണ്ട് കുക്കർ വെച്ചിട്ടാവില്ല, അതുകൊണ്ട് നമ്മൾ ഉരുളിയിലാണ് വെക്കുന്നത്. ആദ്യം നമ്മൾ ഉരുളി വെച്ച് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് എണ്ണയും നെയ്യും കൂടി ഒഴിച്ച് അതിനകത്തേക്ക് അണ്ടിപ്പരിപ്പും കിസ്മിസ് എല്ലാം കൂടെ വറുത്ത് കോരിയെടുക്കും. അതിനുശേഷം അതിനകത്ത് പച്ചമുളക്, ഉള്ളി ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കും. ഇനി നമ്മൾ അതിനകത്തേക്ക് ബിരിയാണി കൈത, പിന്നെ സർവ്വസുഗന്ധി, കറുവാപ്പട്ട ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കും. ബിരിയാണി കൈത ഇട്ട് കഴിഞ്ഞാൽ നല്ല മണമാണ്, പിന്നെ രുചിയും ഉണ്ടാവും ഈ ബിരിയാണിക്ക്.
നമ്മൾ ഈ ഉരുളി കുക്ക് ചെയ്യുന്നതുകൊണ്ട് എല്ലാം പെട്ടെന്ന് ചെയ്യണം, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും, ഭയങ്കര ചൂടാണ്. അതുകൊണ്ട് നമ്മൾ അരിയെല്ലാം കഴുകി വാരി വെച്ചിട്ടുണ്ട്. നെയ്ച്ചോറ് അരി ഇനിയിപ്പം നമ്മൾ ആ അരി കൊണ്ട് ഇതിനകത്ത് ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കണം. അതുപോലെ കുറച്ച് ഉപ്പും ചേർക്കും. ഒന്ന് വറുത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യം എടുത്തു വെച്ച ബീഫും എൻ്റെ കൂടെ കുറച്ച് വെള്ളം എടുത്ത് വെച്ചില്ലായിരുന്നു, അതും ഇതിൻ്റെ കൂടെ ചേർക്കും. നല്ല ടേസ്റ്റ് ആവുമായിരിക്കും. അപ്പം അതിനി ഇതിൻ്റെ കൂടെ അങ്ങ് ചേർക്കാം. ബീഫിൻ്റെ ഗ്രേവി ഒഴിച്ചതിന് ശേഷം നമുക്കിതെല്ലാം കൂടി ഒന്ന് ഇളക്കി വേവിക്കണം. അതിന് ശേഷം നമ്മൾ ഇതിനകത്തേക്ക് 1 കപ്പ് പാലൊഴിക്കുമ്പം അരി നല്ല സോഫ്റ്റ് ആവും. അതിന് ശേഷം നമ്മൾ ഇതിനകത്തേക്ക് വെള്ളം ഒഴിക്കും. വെള്ളം നമ്മൾ ഓൾറെഡി അപ്പുറത്ത് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ളതാണ് കണക്ക്. അപ്പോൾ പാലിൻ്റെ അളവും കൂടി ഇതിനകത്ത് കൂടണം. അപ്പം പാല് കുറച്ചിട്ടുള്ള വെള്ളമാണ് നമ്മൾ തിളപ്പിക്കാൻ വെച്ചേക്കുന്നത്. അപ്പുറത്ത് തിളപ്പിക്കാൻ വെച്ചതെന്ന് വെച്ചാൽ ഇവിടെ കൊണ്ടുവരുമ്പോൾ നമുക്കത് പെട്ടെന്ന് മിക്സായി കിട്ടും. നമ്മൾ വെള്ളം ഒഴിച്ചതിന് ശേഷം ഇതൊന്ന് മൊത്തം ഒന്ന് ഇളക്കി ഒന്ന് മിക്സാക്കിയതിന് ശേഷം തീ നല്ലോണം കൂട്ടി വെക്കും. ഇതൊന്ന് തിളച്ച് ഒരു നെകവേ വെള്ളം വരുന്നൊരു കണക്കുണ്ട്. അരിയും ഇത് നെകവേ വെള്ളം വരുന്ന സമയത്താണ് നമ്മളിത് ദമ്മിടുന്നത്. എന്നാലും ഇതിൻ്റെ കറക്റ്റ് വേവായി കിട്ടുള്ളൂ. ഇനി ലാസ്റ്റ് 2 ഐറ്റം കൂടി ആഡ് ചെയ്യാനുണ്ട്. നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച മല്ലിച്ചപ്പും പിന്നെ നാരങ്ങയുടെ തൊലിയും. എന്നുവെച്ചാൽ നാരങ്ങയുടെ തൊലി ഇടുന്നത് അരി ഒട്ടിപ്പിടിക്കാതെ വിട്ട് കിട്ടാൻ വേണ്ടി നല്ലതായിരിക്കും. ഇനി നമുക്ക് അതും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കിയിട്ട് തിളയ്ക്കാൻ വേണ്ടി വെക്കാം. ഇപ്പോൾ അരി തിളച്ച് വെള്ളം നെകവേ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ദം ഇടണം. പെട്ടെന്ന് തന്നെ തീ മാറ്റണം, അല്ലെങ്കിൽ അടിയിൽ നിന്ന് കരിഞ്ഞു പിടിക്കും. അപ്പോൾ തന്നെ നമ്മൾ അടപ്പ് വെച്ച് അതിൻ്റെ മേലേക്ക് അടിയിലുണ്ടായിരുന്ന തീ മൊത്തം കോരി നമ്മൾ മേലെ ഇട്ട് സെറ്റാക്കും. ഇതിൻ്റെ ഇടയ്ക്ക് ഒന്ന് വന്ന് തന്നെ തുറന്ന് നോക്കണം ഇതിൻ്റെ വേവ്. പിന്നെ ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് വെന്ത് സെറ്റായി വരും. എല്ലാവരും വന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ തിരക്കിൽ ഞങ്ങൾ ദമ്മ് പൊട്ടിക്കുന്ന വീഡിയോ എടുക്കാൻ മറന്നുപോയി. ആ ദമ്മ് പൊട്ടിച്ച് അതിനുശേഷം ഞങ്ങൾ നേരെ അതെടുത്ത് അടുക്കളയിലേക്ക് കൊണ്ടുപോയി. അന്നപ്പോൾ തന്നെ നമ്മൾ ഉരുളിയിൽ നിന്ന് മാറ്റും. ഉരുളി എപ്പോഴും നല്ല ചൂടായിരിക്കുന്നതുകൊണ്ട് നമ്മളത് ഉരുളിയിൽ നിന്ന് മാറ്റിയിട്ട് വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ചോറെല്ലാം കറക്റ്റ് വേവായിരുന്നു. നമ്മളത് ആദ്യം കുക്ക് ചെയ്ത് വെച്ച മീറ്റ് ഇപ്പം നല്ല ഇരുന്ന് വെള്ളമെല്ലാം പറ്റി കറക്റ്റ് സെറ്റായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം നമ്മുടെ ഒരു കസിന് നേരത്തെ പോകേണ്ടുണ്ടായിരുന്നു. അപ്പോൾ അവന് വീട്ടിലേക്കുള്ളത് ആദ്യം പാർസലാക്കി കൊടുത്തു. അതിനുശേഷം ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിച്ചു. ഫുഡ് ആക്കി വന്നപ്പോഴത്തേക്ക് ഭയങ്കര ലേറ്റായി പോയി. ഏതാണ്ട് ഒരു 9 മണി 9:30 അതുകൊണ്ട് തന്നെ ഞങ്ങൾ സലാഡും പപ്പടവും അങ്ങനത്തെ ഒന്നും സെറ്റാക്കിയില്ല. ജസ്റ്റ് റൈസും മസാലയിട്ട് ഫുഡൊക്കെ കഴിച്ചു. ഈ വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. അപ്പം മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നുണ്ട് വരെ ഗുഡ് ബൈ.